ഹലോ ഗൈസ്, വെൽക്കം ടു അബി വ്ളോഗ്സ്. നമ്മൾ ഇന്ന് ഒരു യൂസർ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി കപ്പ് ഇവിടെ വെച്ചിരിക്കുന്നതിൻ്റെ അത് മൈക്ക് വെച്ചിട്ടുണ്ട്, ഷർട്ടിൽ വെച്ചിട്ട് ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഓക്കെ, ഈ യൂസർ റിവ്യൂവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് 2 വർഷത്തിന് മേളിലായി. അതായത് ഞാൻ 2023 ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ എന്തിനാണ് ഇത് വാങ്ങിക്കണത്. ഇപ്പം 2023 ടു 24, 24 ടു 25, 2 വർഷം, ഏകദേശം 2.5 വർഷമായി. ആൻഡ് ദ പ്രോഡക്റ്റ് ഈസ് IQ Neo 7 Pro. അല്ല, കളറല്ലേ പച്ചനിരിക്കുന്നു, വാങ്ങിച്ച അതേപോലെ ഇരിക്കുന്ന കളറ്, ഒരു കുഴപ്പം ഇല്ല. ഈ വീഡിയോയുടെ ഐഡിയ എനിക്ക് പറഞ്ഞത് ഒരു ചെറിയൊരു ഇൻസിഡൻറ്റിലൂടെയാണ്. ഈ ഇടയ്ക്ക് എൻ്റെ ലൈഫിൽ വന്ന ഒരു ഇൻസിഡൻറ്റിലൂടെയാണ് ഈ വീഡിയോയിലെ ഐഡിയ എനിക്ക് വന്നത്. ആക്ച്വലി ഈ വീഡിയോയുടെ മെയിൻ ഐഡിയയിലെ കാര്യം ഞാൻ ലാസ്റ്റ് ഒരു കഥ പോലെ പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ, അതായത് ഇതിൻ്റെ റിവ്യൂ കഴിഞ്ഞിട്ട് ആ കഥ പോലെ ഞാൻ മറ്റേ കാര്യം പറഞ്ഞുതരാം. എൻ്റെ റിവ്യൂ 2.5 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുകയാണ്. ഇതുവരെ എനിക്കൊരു ഹാങ്ങോ ബഗ്ഗോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇത് പലർക്കും എനിക്ക് തോന്നുന്നു, ഞാൻ 1-2 വീഡിയോ എന്തോ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നത്. അപ്ഡേറ്റിന് ശേഷം ചിലർക്കൊക്കെ എന്തോ പ്രശ്നങ്ങൾ വന്നെന്നുള്ള ചെറിയ റീൽ എന്തൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ഇപ്പോഴും നല്ല കട്ട സ്മൂത്ത് സാധനമാണ്. ഇത് കണ്ട ഒരു കുഴപ്പമില്ല. എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഫേസ് ഐഡി ആയാലും ഫിംഗർ പ്രിൻ്റ് ആയാലും എല്ലാം ടക്കിന് വർക്ക് വെച്ചാൽ എങ്ങനെയാണോ വാങ്ങിച്ച സമയത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതേ സെയിം സ്മൂത്തിൽ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കിതുവരെ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. ആൻഡ് ഇത് 8GB 128. ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് അയ്യോ നൈസ് സാധനം. കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ 2.5 വർഷമായിട്ട് എൻ്റെ ലൈഫിലുള്ള ഇൻസിഡൻസും പിന്നെ ഈ വീഡിയോസ് എടുക്കുന്നതും ഫോട്ടോസ് എടുക്കുന്നതും എല്ലാം ഈ 2.5 വർഷം ഈ ഫോണിൻ്റെ അകത്താണ് സംഭവം. ഇപ്പോഴും എനിക്ക് ഈ ക്വാളിറ്റിയിൽ ഒരു കുറവ് തോന്നിയിട്ടില്ല. ഓക്കെ, നൈറ്റ് ടൈമിൽ എടുക്കുമ്പം ചെറിയ അത് മിക്ക ആൻഡ്രോയിഡ് ഫോൺസിലും iOS-ലും എല്ലാത്തിലും ഉള്ളതന്നെ. നൈറ്റ് ടൈം എടുക്കുമ്പോൾ ഒരു ചെറിയൊരു ബ്ലറി ഫീല്, അല്ലെങ്കിൽ ഒരു ഷാർപ്നെസ് കിട്ടത്തില്ല, അങ്ങനത്തെ പരിപാടികളൊക്കെ. ബട്ട് നമ്മൾ ഒരു ഡേ ടൈം, ആ ഒരു ഈവനിങ് ടൈം, ആ ടൈമിലൊക്കെ എടുക്കുമ്പം നൈസാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്തൊരു 50 MB എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളെ ക്യാമറ എടുത്തിട്ട് നമ്മൾ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഇങ്ങനെ അറ്റത്തോട്ട് നീക്കുമ്പോൾ ഇവിടെ ഒരു മോറെന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ഏതാണ്ട് ഇവിടെ 50 MB എന്ന് പറഞ്ഞ ഏറ്റവും മുകളിൽ 50 MB എന്ന് പറഞ്ഞ സാധനം കിടപ്പുണ്ട്. ഇതിലൊക്കെ ഫോട്ടോ എടുക്കണം. ഞാൻ കാണിച്ചുതരാം, എൻ്റെ കിടപ്പുണ്ട്. ഞാൻ ഇന്നലെ എടുത്തതാ, ഞാൻ ഇവിടെ ഇട്ടിരിക്കും. അല്ല, ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ആൻഡ് ഇതിൻ്റെ പോർട്രേറ്റ് മോഡും നൈസ് സാധനം. ഇപ്പോഴും ഞാൻ ഈയിടെ ഇന്നലെ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഫോട്ടോ എടുത്ത് നോക്കിയപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുന്നത്, ഇത്രയും വർഷം, ഈ 2.5 വർഷമായി 2.5 ഡ്രോബാക്ക് എനിക്ക് തോന്നിയിട്ടില്ല. ആൻഡ് പിന്നെ ഇതിൻ്റെ ചാർജിങ്, ഇത് ഫോൺ വാങ്ങിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ ഒരു 120 വാട്ട്സ് ചാർജർ കിട്ടിയായിരുന്നു. അത് ആ ബോക്സിൽ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ആകെ പണി കിട്ടിയിട്ടുള്ളത് ചാർജർ. പക്ഷെ എനിക്ക് എൻ്റെ ഭാഗത്തുള്ള തെറ്റല്ല. അതായത് ഞാൻ ഒരിക്കൽ എറണാകുളത്ത് പോയ ടൈമിൽ ഈ ചാർജർ എടുത്ത് ട്രെയിനിൽ വെച്ച് ചാർജ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പം, എറണാകുളം എത്തിയിട്ട് നോക്കിയപ്പോൾ ഫോണിൽ ചാർജ് കയറിയിട്ടില്ല. ആൻഡ് ചാർജർ വർക്കാവുള്ളൂ. ഞാൻ നോക്കി, ഇതെന്ത് ചാർജ് കയറാത്ത എന്നും പറഞ്ഞ് എടുത്ത് ഞങ്ങൾ ഒരു റൂം എടുത്തിട്ട് അവിടെ കൊണ്ട് ചാർജർ കുത്തി നോക്കിയിട്ടപ്പോൾ അവിടെയും ചാർജ് ആണുള്ള. അപ്പോഴാണ് മനസ്സിലായത് ഫസ്റ്റ് ട്രെയിനിൽ വെച്ച് ചാർജ് കുത്തിയിട്ടപ്പോൾ ചാർജ് കയറുന്നുണ്ടായിരുന്നു, പിന്നെ ചാർജ് കയറുന്നില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ട്രെയിനിൽ വെച്ച് ചാർജർ അടിച്ചു പോയി. ആ ട്രെയിനിൽ കുത്തിയ ഒരേ ഒരു പ്രശ്നം കൊണ്ട് എൻ്റെ ചാർജർ അടിച്ചു പോയി. ആൻഡ് ഞാൻ പിന്നെ അതിന് ശേഷം ഞാൻ വേറൊരു ചാർജർ വെച്ച ഒരു ഗ്യാൻ ചാർജർ ഉണ്ടായിരുന്നു, അത് വെച്ചാണ് ചാർജ് ചെയ്തുകൊണ്ടിരുന്നത് കുറേ ആൾ. എന്നിട്ട് ഞാൻ ഈ ഫോൺ എടുക്കുന്നതെന്ന് പറയുന്നത്, ഞാൻ സ്വിഗ്ഗി ഓടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ഫോൺ എടുക്കുന്നത്. എന്നിട്ട് ഇത് 5000 mAh ബാറ്ററി. ഞാൻ രാവിലെ ഒരു 8 മണിയാകുമ്പം സ്വിഗ്ഗിയോടെ ഇറങ്ങും. വൈകിട്ടൊരു 4 മണി വരെയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്.
വൈകിട്ട് ഒരു 4 മണി ഏകദേശം ഒരു 7-8 മണിക്കൂർ അടുപ്പിച്ചോളം എനിക്ക് ചാർജ് ഒരു കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഭയങ്കര വെയിലാണെങ്കിൽ മാത്രം ഇതിൻ്റെ ബാറ്ററി ഡ്രെയിൻ ആയിപ്പോവും. അങ്ങനത്തെ ഒരു പരിപാടി. മീൻസ് അത് എല്ലാ ഫോണിലും ഉള്ളതാണ്. നമ്മൾ ഈ വെയിലത്തൊക്കെ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ആയിപ്പോവും. പിന്നെ ചാർജിങ് ഒരു 10-20-25 മിനിറ്റ് കൊണ്ടൊക്കെ ഏകദേശം ഫുൾ ചാർജ്. എനിക്ക് അറിയത്തില്ല, ഞാൻ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ടൊരു ഫോൺ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ, കാരണം ഞാൻ ഇതിന് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണുകളൊന്നും എനിക്ക് 2 വർഷം, 1 വർഷം പോലും മര്യാദയ്ക്ക് നിന്നിട്ടില്ല. കാരണം ഒന്നീ എങ്ങനെയെങ്കിലും തൊലഞ്ഞു പോകും, ഇല്ലെങ്കിൽ എൻ്റെ ബാറ്ററി അടിച്ചു പോകും, ഇല്ലെങ്കിൽ എൻ്റെ ഒരു പോക്കോ ഉണ്ടായിരുന്നു, അത് എൻ്റെ കയ്യിൽ നിന്ന് തറയിൽ വീണിട്ട് വണ്ടി കയറി ചീത്തായി. അയ്യോ, അങ്ങനെ ഞാൻ ഇതുവരെ ഒരു ഫോൺ മര്യാദയ്ക്ക് ഒരു വർഷം 1.5 വർഷത്തിന് മേളിലൊന്നും മര്യാദയ്ക്കൊന്നും ഉപയോഗിച്ചിട്ടില്ല. ആ സമയത്താണ് ഈ ഫോണിൻ്റെ 2.5 വർഷം നിന്നത്. അത് ഞാൻ ഈ ഇടയ്ക്കായിരുന്നു ആലോചിക്കുന്നത്, ഈ ഫോൺ വാങ്ങിച്ചിട്ട് 2.5 വർഷമായിരുന്നു. ഞാൻ കോളേജിൽ പഠിച്ച ടൈമിൽ വാങ്ങിച്ചതാ. അയ്യോ, എൻ്റെ അത് ഗെയിം കളിക്കുമ്പോഴും നൈസ്. ഞാൻ പിന്നെ വലുതായിട്ട് ഗെയിമൊന്നും കളിക്കത്തില്ല. ഞാൻ കളിച്ചോണ്ടിരുന്ന ഫ്രീ ഫയർ കളിച്ചോണ്ടിരുന്ന ഒരു ടൈമിൽ, പിന്നെ നമ്മളെ ക്ലാഷ് ഓഫ് ക്ലാൻസ്, ഇതൊക്കെ തന്നെ ഞാനും കളിച്ചോണ്ടിരുന്നത്. അപ്പോഴും ഞാൻ ഭയങ്കര ഗെയിമൊന്നും കളിക്കത്തില്ല. ബട്ട് ഗെയിം കളിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാന്യത ആ ഫോണിലുണ്ട്. പിന്നെ ഞാൻ ഈ ഫോൺ എടുത്ത സമയത്ത് ഞാൻ കുറേ നെഗറ്റീവ് കേട്ടു. കാരണം അറിഞ്ഞൂടാത്ത ഫോൺ എടുക്കണെന്തിന്, അങ്ങനെ ഇങ്ങനെ കുറേ നെഗറ്റീവ് കേട്ടതാണ്. പക്ഷേ ഇപ്പോഴും ഈ ഫോൺ ഇത്രയും സ്മൂത്തായിട്ട് ബാറ്ററി ആയിട്ട് നടക്കുമ്പോൾ ഞാനും ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിപ്പോയി. കാരണം സാധാരണ എല്ലാവരും പറയുന്നത് ആൻഡ്രോയിഡ് ഫോൺ ഒരു 1-2 വർഷം എന്നുള്ള രീതിയിലാണ് പലരും ആൻഡ്രോയിഡ് ഫോൺ പറയുന്നത്. 2 വർഷത്തിന് മേളിലായി, ഒരു കുഴപ്പമില്ല. പിന്നെ എന്താ പറയുന്നത്, പിന്നെ ഇതിൻ്റെ ഞാൻ ചവർ കണക്കിന് ആപ്സ് എടുത്തിട്ടുണ്ട്. ഇത് 2 ഇത് ഫുള്ള് ചവർ കണക്കിന് ആപ്സ് എടുത്തിട്ടുണ്ട്. നോ ലാഗ്, ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സൗണ്ട് ക്വാളിറ്റി നൈസ്. എല്ലാം വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഐ തിങ്ക് 120 FPS ആണ്. 120 FPS ഞാൻ അങ്ങനെ 120 FPS വലുതായിട്ട് അങ്ങനെ ഇട്ടിട്ടില്ല. ഞാൻ കൂടുതലും 60 FPS തന്നെ ഉപയോഗിച്ചതാണ്. 60 FPS ആയാലും ഞാൻ എൻ്റെ പുതിയ ഫോണിൽ 120 ആയിട്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഞാൻ 60 FPS ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അല്ല, 60 FPS അല്ല, സ്റ്റാൻഡേർഡ് ഒന്നും അങ്ങനെ എന്തോ ഇടും. അതായത് ഇത് 120 ആവശ്യമുള്ളിടത്ത് മാത്രം 120 കയറും, ബാക്കിയുള്ളിടത്ത് നമ്മൾ നോർമൽ 60 FPS. പക്ഷേ കാരണം നമ്മൾ ഈ 120 ഒക്കെ നമ്മൾ ഗെയിം കളിക്കുമ്പോഴൊക്കെ ആവശ്യം വരത്തുള്ളൂ, അല്ലാതെ മറ്റേ ഇതിലൊന്നും ആവശ്യം വരത്തില്ല. അപ്പം സ്റ്റാൻഡേർഡ് ഇട്ടിരിക്കും, സ്റ്റാൻഡേർഡോ അങ്ങനെ എന്തോ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ഇട്ടിരിക്കും. അപ്പോൾ ഗെയിം കളിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി 120 മാറും, അല്ലാത്തപ്പം നമ്മളെ നോർമൽ യൂസ് എന്നുള്ളൊരു ഇതിൽ. ഇതിൻ്റെ ചവർ കണക്കിന് ഫോട്ടോ ഇട്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ 4300 ഫോട്ടോ അടക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഈ ഇടയ്ക്കിരുന്ന് അത് ആവശ്യമില്ലാത്തൊക്കെ കുറേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. 4300 ഫോട്ടോ ഇടുന്നു, പിന്നെ കുറേ വീഡിയോ, കുറേ സ്ക്രീൻഷോട്ട്സ്, കുറേ വാട്സപ്പ് വീഡിയോസ്. എന്നുവെച്ചാൽ ഓരോ ഇവൻറ്റ്സിനൊക്കെ പോകുമ്പം അവിടെ നിന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടിരുന്ന ഫോട്ടോസ്, വീഡിയോസ്, അങ്ങനത്തെ പല സാധനങ്ങളും ഇതിൻ്റെ അകത്ത്. 4300 മേളിൽ ഫോട്ടോസ് മാത്രം ഉണ്ടായിരുന്നു, ഒരു 100-110 വീഡിയോസ്. ആൻഡ് എൻ്റെ ഈ ചാനലിൽ തന്നെ ഫസ്റ്റത്തെ 2-3 വീഡിയോസൊക്കെ എടുത്തോണ്ടിരുന്ന, 2-3 അത്യാവശ്യം നല്ല വീഡിയോസ് എടുത്തോണ്ടിരുന്ന ഈ ഫോണിൽ തന്നെ. ഞാൻ അതിന് ശേഷമാണ് ഞാൻ ഇതിലോട്ട് മാറിയത്. ഏകദേശം പകുതി കൂടുതൽ വീഡിയോസും ഈ ഫോണിൽ തന്നെ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് വീഡിയോയിൽ ഒരു മൂവി മോഡ് എന്ന് പറയുന്ന സാധനമുണ്ട്. അയ്യോ, അത് എടുത്താൽ നമുക്ക് കുറച്ചും കൂടെ വീഡിയോ നല്ല പെർഫെക്ഷൻ ഉണ്ട്. പക്ഷേ എൻ്റെ കുറേ വീഡിയോസിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് മൂവി മോഡ്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഇതിൻ്റെ കളർ നോക്കി തന്നെയാണ് എടുത്തത്, കാരണം എനിക്ക് ഈ യുണീക്ക് കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ സമയത്ത് ഈ ഓറഞ്ച് കളർ ഫോൺസ് ഒന്നും ആരെയും ഇല്ല. ഞാൻ നോക്കി ഫസ്റ്റ് ഓറഞ്ച് കളർ നോക്കി എടുക്കണമെന്നല്ല, ഒരു യൂണീക്ക് ഫോൺ എടുക്കണമെന്ന് വിചാരിച്ചിങ്ങനെ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫോൺ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ ഓക്കെ 8 Gen 1 അങ്ങനെ പരിപാടിയുണ്ട്. ചാർജിങ് അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്, നല്ല ചാർജിങ് ഉണ്ട്, എല്ലാം നമ്മുടെ ഒരു യൂസിന് പറ്റിയൊരു ഫോണ്. അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ ഈ ഫോൺ എടുക്കുന്നത്. ഇപ്പോഴും എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ഇത് പൊന്നുപോലെ കൊണ്ട് നടക്കുന്ന ഫോണാണ്. ആകെ ഉള്ളത് അത് ഈ ഒരു ഭാഗത്ത് ഈ എഡ്ജസിൽ പെയിന്റ് പോയി. അത് നമ്മൾ ഈ കവർ ഇട്ട് ഊരി എടുത്തപ്പം ആ സൈഡിലെ പെയിന്റൊക്കെ കുറച്ച് ഇളകിപ്പോയി. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഫോണിനകത്തായിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ ഫോണിനെ കുറിച്ചുള്ള റിവ്യൂ എടുത്തു. ഇനി ഞാൻ ഈ കണ്ടന്റിലേക്ക് വന്ന കഥ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ 2.5 വർഷമായി.
അപ്പം ഞാൻ എൻ്റെ എനിക്ക് പരിചയമുള്ള ഒരാൾ, പുള്ളിക്കാരൊരു ഞാൻ ഈ ഫോൺ ഒരു മാസം 1.5 മാസം ഗ്യാപ്പിലെന്തോ പുള്ളിക്കാരൻ ഒരു iPhone 15 എടുത്തു. iPhone 15 അന്ന് 55 58 സംതിങ് എന്തൊരു രൂപയാണ് iPhone 15. അപ്പോഴ് ഞാൻ ഈ ഇടയ്ക്ക് പുള്ളി iPhone 17 സ്വിച്ച് ചെയ്യാൻ പോവുക. അപ്പം ഇതൊന്ന് സ്വിച്ച് ചെയ്യാൻ പോവുക. അപ്പം ഇത് എക്സ്ചേഞ്ച് വാല്യൂ എത്ര കിട്ടും എന്നുള്ളൊരിതിലാണ് പോയത്. ഇത് എൻ്റെ ഒരു ഡൗട്ടും കൂടെയാണ്, നിങ്ങളിത് എനിക്കൊന്ന് ക്ലിയർ ചെയ്ത് തരണം. അത് എക്സ്ചേഞ്ച് വാല്യൂ എത്ര കിട്ടുമെന്നാണ് പോയത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഐഫോൺ കൊടുക്കുന്നു. പുള്ളിക്കാരൻ അത് 2 വർഷം മുമ്പ് വാങ്ങിച്ച ഐഫോണാണ്. 55,000 രൂപ 58,000 രൂപ സംതിങ് രൂപയ്ക്കാണ് പുള്ളിക്കാരൻ ഐഫോൺ വാങ്ങിച്ചത്. അപ്പോൾ 2 വർഷം കഴിഞ്ഞ് 2026 ആ ഫോൺ വിൽക്കാൻ നോക്കിയപ്പം ആ ഷോപ്പിലെ പുള്ളിക്കാരൻ പറഞ്ഞു, അപ്പോൾ ഇതിന് ഒരു 35, 36, 37 ചിലപ്പം അത് എടുത്ത് നോക്കിയ മറ്റേ ബാറ്ററി ബാക്കപ്പ് പരിപാടികളെല്ലാം നോക്കിയ ചിലപ്പോൾ കുറയും. ഒരു 33, 34. ഓക്കെ, നമുക്കൊരു 35 വയ്ക്കാം. 2 വർഷം മുമ്പ് വാങ്ങിച്ച ഐഫോണ് 2 വർഷം കഴിഞ്ഞിട്ട് 20,000 രൂപ ലോസ്. അതായത് 55,000 രൂപയ്ക്ക് വാങ്ങിച്ച ഫോണ് 35,000 രൂപയ്ക്ക് വിൽക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ 20,000 രൂപ ലോസ്. അപ്പം ഞാൻ ചോദിച്ചു, ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഈ ഫോൺ വിറ്റാലോ എന്നുള്ളൊരു ആലോചനയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പം ഞാനും എൻ്റെ ഫോണെടുത്ത് കാണിച്ചിട്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചു, ബ്രോ ഇതിന് എത്ര രൂപ കിട്ടുമെന്ന് ചോദിച്ചു. എൻ്റെ അടുത്ത് ഏത് മോഡലെന്നൊക്കെ ചോദിച്ചു. ഞാൻ ഇതേപോലെ i20 Pro എല്ലാം ചെക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിനൊരു 10,000 to 12,000 ഇതിൻ്റെ ഇടയിൽ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ ഈ ഫോൺ വാങ്ങിക്കണത് 31,000 രൂപയ്ക്കാണ്. 31,000 രൂപയ്ക്ക് വാങ്ങിച്ച ഫോണ് 2 വർഷത്തിന് ശേഷം ഞാൻ ഇപ്പോൾ വിൽക്കാൻ നോക്കിയപ്പം ഇതിന് 10,000 രൂപ കിട്ടും. ഓക്കെ, 10,000 വച്ച് 10,000 രൂപ കിട്ടും. അപ്പോഴും എനിക്കും അവിടെ നഷ്ടം 20,000 രൂപയാണ്. 2 വർഷം മുമ്പ് വാങ്ങിച്ച ഫോണ് 30,000 രൂപയ്ക്ക് വാങ്ങിച്ച ഫോണ് 2 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ വിൽക്കുന്നത് 10,000 രൂപയ്ക്കാണ്. അപ്പോൾ എനിക്കും 20,000 രൂപ നഷ്ടമാണ്. ഐഫോൺ ഉള്ളതിന് 20,000 രൂപ നഷ്ടമാണ്. അപ്പോഴെങ്ങനെയാണ് ഈ ഐഫോണിന് റീസെയിൽ വാല്യൂ കിട്ടുന്നത്? അതെനിക്കിപ്പോഴും മനസ്സിലാകാതെ. എല്ലാവരും ഐഫോൺ എടുക്കുന്നതിന് മെയിനായിട്ടുള്ള കാരണം ഒരു 2-3 വർഷം കഴിഞ്ഞ് വിറ്റാലും റീസെയിൽ വാല്യൂ എന്നുള്ളൊരിതാണ്. അതായത് ഞാൻ 30,000 രൂപയ്ക്ക് ഒരു ഐഫോൺ 30,000 രൂപയ്ക്ക് ഒരു ഫോൺ 2 വർഷം മുമ്പ് വാങ്ങിച്ചിട്ട്, ആൻഡ്രോയിഡ് ഫോൺ 2 വർഷം മുമ്പ് വാങ്ങിച്ചിട്ട് അതിപ്പോൾ വിൽക്കാൻ നോക്കിയപ്പം 10,000 രൂപ നഷ്ടം. 10,000 രൂപ കിട്ടത്തുള്ളൂ. ഓക്കെ, 20,000 രൂപ നഷ്ടം. 2 വർഷം മുമ്പ് ഐഫോൺ വാങ്ങിച്ചിട്ട് 2026 വിൽക്കാൻ നോക്കിയപ്പോഴും 20,000 രൂപ നഷ്ടം. അപ്പോൾ അതെങ്ങനെയാണ് റീസെയിൽ വാല്യൂ കിട്ടുന്നത്? അത് എനിക്ക് മനസ്സിലായിട്ടില്ല. ആക്ച്വലി ഇത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ഈ കണ്ടന്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. എങ്ങനെ ഇതിൻ്റെ റീസെയിൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ സെക്കൻഡ് ഹാൻഡ് ഫോൺസ് ഉപയോഗിച്ചിട്ടുണ്ട്. ബട്ട് അന്ന് ഈ ഫോണിനെ കുറച്ചൊന്നും വലിയ വിവരമൊന്നുമില്ല. ആൻഡ് അപ്പോൾ ഇത്രയും വലിയ ഫോൺസ് ഒന്നുമില്ല. റീസെയിൽ വാല്യൂ എങ്ങനെ കിട്ടും അതെനിക്ക് അറിയത്തില്ല. ആരെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ. ഈ ടെക് കണ്ടന്റ്സ് ഒക്കെ ഇടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടെക്കിനെ കുറിച്ച് ഭയങ്കര വിവരമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല. അതാണ് ഞാൻ കാരണം എനിക്ക് 20,000 രൂപ നഷ്ടമാണ്, അവർ 20,000 രൂപ നഷ്ടമാണ്. അതിൽ റീസെയിൽ വാല്യൂ എങ്ങനെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഇപ്പം സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുക്കുക, ഓക്കെ, ആ iPhone 15 വേറൊരാൾ എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു 35,000 രൂപയ്ക്ക് ആ ഒരു ഫോൺ വേറൊരാൾ എടുക്കുകയാണ്. ഈ പുള്ളിക്കാർ 2 വർഷം കഴിഞ്ഞ് വിറ്റാലും പുള്ളിക്കാരനും 10,000 രൂപ 15,000 രൂപ കിട്ടത്തുള്ളൂ. അവിടെയും പുള്ളിക്കാരനും ഈ 20,000 രൂപ 10,000 രൂപ നഷ്ടമാണ്. പിന്നെ എങ്ങനെ ഈ റീസെയിൽ വാല്യൂ കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം. കാരണം കുറേ പേര് ഐഫോൺ എടുക്കാൻ വേണ്ടി നിൽക്കുന്നവരെ എനിക്കറിയാം. അതായത് സെക്കൻഡ് ഹാൻഡ് ഐഫോൺ എടുക്കാൻ നിൽക്കുന്നവർ, അങ്ങനെയുള്ള കാര്യങ്ങളുള്ളവരെ എനിക്കറിയാം. അപ്പം അവർക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു അറിവും കൂടെ ആവും. ചിലപ്പം നിങ്ങൾ ഈ ഇതിനകത്ത് ഇടുന്ന കമൻറ്റ് വേറൊരാൾക്ക് യൂസ്ഫുൾ ആവും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യും. എനിക്കറിയാമെങ്കിൽ ഞാൻ അത് പറഞ്ഞുതരാം, ഇല്ലെങ്കിൽ ഞാൻ ആരുടെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, ബൈ. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇത്രയേ ഉള്ളൂ വീഡിയോ. ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഇട്ടത്. ബൈ.